അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വരിക, എൻ്റെ ധ്യാനത്തിൽ കൂടെ, എൻ്റെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ കൂടി, എൻ്റെ ധ്യാനത്തിൽ കൂടി ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനത് പ്രവചിക്കുകയുണ്ടായി, അത് എഴുതി വെക്കുകയുണ്ടായി. അതിലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100% കാര്യങ്ങൾ അത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് ശരിയാണെന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുതാൻ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിവുള്ളതുമാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരുപാടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിജിയെ കുറിച്ചുള്ളൊരു കാര്യമായിരുന്നു. സൂര്യന് ഉള്ളിലുള്ള ആ ശബ്ദ തരംഗങ്ങൾ, അതിനുള്ളിലുള്ള കാര്യങ്ങൾ, അത് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ചൊവ്വാഗ്രഹത്തിലെ ചില കാര്യങ്ങൾ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു ജലപ്രളയം കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് സംഭവിച്ചു. പിന്നെ ഒരു ലോകത്തെ വിറപ്പിക്കുന്ന മാരകമായൊരാണ് മനുഷ്യനെ വേട്ടയാടും. വൃദ്ധരും കുട്ടികളും ഗർഭിണികളും നിരവധി മരിച്ചു വീഴും. വൈദ്യശാസ്ത്രവൻ അതിന്റെ മുന്നിൽ പകച്ചു നിൽക്കുമെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരുന്ന കാര്യമാണ്. അതും നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാലങ്ങൾക്ക് മുമ്പേ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്ന് മടങ്ങിയിട്ടുണ്ടെന്നും അവരുടെ ആ പേടകം എന്താണെന്നും അവരെങ്ങനെ എത്ര കാലത്തിന് പോകുന്നതും എത്ര നാളുകൊണ്ട് അവരുടെ പരിശ്രമം കൊണ്ടാണ് ഇവിടെ ഭൂമി കണ്ടെത്തിയിരിക്കുന്നതെന്നും ഒന്നുമില്ല. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി മാത്രമല്ല മനുഷ്യവാസമുള്ളത്. പക്ഷെ ഇത് ഞാൻ പല മാധ്യമങ്ങളിലും പല വ്യക്തികളെയൊക്കെ കാണിക്കുകയുണ്ടായി. നരേന്ദ്രമോദിജിയുടെ അടുത്ത് എന്റെ സുഹൃത്തുക്കളെ ഇത് ഇംഗ്ലീഷിൽ ആക്കിയത് അയക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു BJPക്കാരുടെ ഒരു സീറ്റ് പോലും, ഒരു MP പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിലെ വൻ ഭൂരിപക്ഷത്തിൽ BJP ഭരണത്തിൽ വരും. അന്ന് ചെറുപ്പമായിരുന്ന, അതായത് ഗുജറാത്തിലെ സംഘത്തിന്റെ പ്രവർത്തകനായിട്ടിരുന്ന യുവാവായ നരേന്ദ്രമോദിജിയുടെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം ഒരു തേജസ്വിയായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയൊക്കെ ഭരിക്കാൻ കഴിവും ശേഷിയുള്ള ഒരാളായി മാറും. ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, നരേന്ദ്രമോദിജി രാജ്യം ഭരിക്കും. അദ്ദേഹം ഭരിക്കുന്നത് 5 മുതൽ 15, 20 കൊല്ലം തുടർ ഭരണം നടത്തുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാര്യവും കാരണം എന്ന് പറഞ്ഞു,